അപ്പൊ ഇന്നെക്കാട്ടും വലുതായി പെട്ടാ ഇതണ്ടില്ലേ. ശരിയാണ്, ഞാൻ നേരത്തെ പറഞ്ഞു വണ്ടിന്റെ ഒക്കെ അടിപൊളിയായിട്ട്. പിന്നെ കുട്ടിമോൻ പൊതുവേ അങ്ങനെയാണ് അല്ലേ, വല്ലാതെ സംസാരിക്കൂല. പെരിയിലും അങ്ങനെ തന്നെയാണ്. ഞാൻ എന്നിട്ട് കുട്ടിമോൻ ഞങ്ങൾ ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് അപ്പൊ ഇന്നത്തെ നമ്മളെ വീഡിയോയില് രണ്ടാള് കുറെ ദിവസം കാണാത്ത ആൾക്കാരുണ്ട്. ഒന്ന് ഇതാ മോനു ഇല്ല മോള, പിന്നെ നമ്മളെ മുത്തുണ്ട്, വണ്ടി ഓടിക്കുന്ന ആളൊക്കെ ഉണ്ടില്ല മുത്തുവനിട്ടാ. അപ്പൊ കുറെ ദിവസങ്ങളായിട്ട് ഇവര് രണ്ടാളില്ല. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോയുടെ പ്രത്യേകത വെച്ചാൽ ഞങ്ങൾ ഉപ്പയും ഉമ്മയും കുറച്ച് ദിവസമായിട്ട് വീഡിയോയിൽ ഇല്ലാത്ത രണ്ട് മക്കളും കൂടി ആൾക്കാര് ഇല്ലാതെ അതെ 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 ഉള്ള രണ്ടാൾക്കാർ ഇല്ല, ഇല്ലാത്ത രണ്ടാൾക്കാർ ഉണ്ടായിരുന്നു. അതെ കുട്ടി, അതെ കുട്ടിമോനില്ല, പൊന്നുമില്ല കേട്ടോ. ആ അപ്പൊ ഞങ്ങള് പോയി പൊന്നു തോട്ട് ചാടാൻ പോയതാണ്. ആ അതെ, കുഞ്ഞാപ്പാന്റെ ഒപ്പം മോളുട്ടിയും പോയിക്കണേ. അപ്പൊ അതെ, അപ്പൊ ഞങ്ങളെ കൂടി ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പുറത്തേക്ക് പോകണം. അപ്പൊ ഞങ്ങളെ കൂടി ഒന്നിച്ച് പോണ ഒരു വീഡിയോ ഇങ്ങനെ കാണിക്കാന്ന് വിചാരിച്ചു. അപ്പൊ ജസ്റ്റ് ഇങ്ങനെ വൈകുന്നേരം സമയത്ത് ഇങ്ങനെ ജസ്റ്റ് നമ്മളെ ഈ പാടത്തിന്റെ ഭാഗത്ത് കാർവരിപ്പാതിന്റെ കുറച്ച് ഷോർട്സും കാര്യങ്ങളൊക്കെ എടുക്കാനൊക്കെ കൂടി വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങളെ വിശേഷങ്ങളൊക്കെ ഇങ്ങോട്ട് പങ്കുവെക്കാൻ പോകണില്ലേ. അപ്പൊ എന്തൊക്കെയാണ് വിശേഷങ്ങൾ നമുക്ക് പറയാൻ പോകണേ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നിങ്ങളൊക്കെ ചോദിക്കലില്ലേ മോനു പള്ളിക്കന്ന് വന്നതിന്റെ ശേഷം സൈലന്റ് ഇല്ല. മോൻ എന്താ വെച്ചാൽ അവിടുത്തെ ആ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് ഇങ്ങോട്ട് മാറാൻ കുറച്ച് പണി. ഇന്നിപ്പോ ഇവിടെ നിന്നാണ് ചെറിയ പാട്ടൊക്കെ പാടിയവന്. ഞങ്ങള് ഷോർട്സ് എടുത്തീനെ. അതെ, ഇന്നത്തെ ഷോർട്സിൽ ഇന്ന് ഒരാളെ ഷോർട്സ് അതെ ഇന്നലെ നിങ്ങൾ കാണുമ്പോ ഇന്നലത്തതാവും. അതെ, അതിലൊക്കെ ഉണ്ട്. അപ്പൊ ഒരു കുഴപ്പമൊന്നുമില്ല. ഓനിപ്പോ ആ ഒരു എന്താണ് എന്താ പറയാ, ആ ഒരു ചുറ്റും കാര്യങ്ങളിലും ലയിച്ചില്ല. അപ്പൊ ഇനിയിപ്പോ ഇന്ന് ഇങ്ങോട്ട് പോനെ ഇനിയിപ്പോ പെരീത്തേക്ക് ചേരുമ്പോ അവൻ പോവാനും ആവും. അപ്പൊ മുത്തൂന് ഡ്രൈവിംഗ് ഒന്ന് ലെവലാവലുമായി. അതെ, ഡ്രൈവിംഗ് എന്ന് വെച്ചാൽ ആള് കൂടുതൽ ഓടിച്ചിരിക്കുന്ന ഇനോവയാണ്. അപ്പൊ ഈ വണ്ടി ഫസ്റ്റ് ആയിട്ട് എടുക്കണതിന്റെ ഒരു തപ്പിപ്പോയ, എന്നാലും അതൊക്കെ ഇപ്പൊ ക്ലിയർ ആയി അൽഹംദുലില്ലാ. അതെ, അപ്പൊ ഇങ്ങനെ ഓനായിട്ട് തന്നെ കൊടുന്നാണ്. അപ്പൊ കൊറേ ആയി ഞങ്ങള് മൂത്ത മോനിന്റെ ഞങ്ങളും കൂടി. അതെ, അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്തിട്ടും ഒക്കെ കുറെ ആയിട്ടുണ്ട്. ഏതായാലും ഇന്നിങ്ങനെ ജസ്റ്റ് പുറത്തൊക്കെ പോയി കണ്ടിങ്ങനെ ഒന്ന് കറങ്ങി തിരിഞ്ഞ് വരാച്ചിട്ട് ഇറങ്ങിയതാണ്. കൂടി പോകുമ്പോ നമുക്ക് നേരെ പോണ ക്ലിയർ ആവും. ശരിക്കും പഠിച്ചാൽ നമ്മൾ ഉള്ളോട്ട് പോയി തന്നെ പഠിച്ചണം. പാർക്ക് പഠിച്ചാ ഫുള്ള് ക്ലിയർ ആണെങ്കിൽ ഓന് പെരീത്തെ ഇന്നോവ ഓടിച്ചതാണ്. വേഗനറിന്റെ ഇതുണ്ട് ലെവലാവാണ്ട്. ലെവലായില്ലപ്പോ വലഞ്ഞ കൂടുതലാ. അത് ഉമ്മാരെങ്ങനെയാ പറിച്ചില്ലേ പേടിയാണ്. ഞാൻ കുട്ടിമോന് മുത്തു ബൈക്കുമ്പോ പോലും എനിക്ക് പേടിയാണ് നിറച്ചിട്ട്. ഞാൻ ഇല്ലാന്നറിയേ, എനിക്ക് കുറച്ചും കൂടി ജീവിക്കണം എന്നറിയേ. കുട്ടിമോന് സ്കൂൾ യൂണിഫോം ഇതേമാതിരി യൂണിഫോം വാങ്ങാൻ വെക്കാണ്ട് അവിടെ ചെന്നപ്പോ കട അടച്ചിക്കണേ. പരിപാടിയാ ചെയ്ത് നിങ്ങൾക്കൊന്ന് പറഞ്ഞൂടെന്നാ. എന്നിട്ട് അവിടെ ചെന്നപ്പോ വിളിച്ച് നമ്മൾ ഇറങ്ങാൻ നേരത്ത് കുറത്താനല്ലേ കോട്ടക്കല അല്ല, നമ്മളെപ്പടല്ല പുതുപ്പറമ്പ് പൊട്ടിപ്പാറ ബസ്സിന് പോയതാ രണ്ടാളോ. അപ്പൊ ഏതായാലും ഡ്രൈവറൊപ്പം മുന്നിരുന്ന് യാത്ര ചെയ്തോളില്ല. അല്ല, ഡ്രൈവറൊപ്പം ചിലപ്പോ ഉണ്ടാവും. പക്ഷെ എന്റെ മോന്റെ ഒപ്പം ഞാൻ ആദ്യമായിട്ടാണ്. എന്താ വെച്ചാ ഒന്നാമത് മോനെ അന്നൊന്നും എത്രയല്ലേ ഉള്ളൂ. അപ്പൊ ഒരുവിധ പാർക്കൊക്കെ ഉള്ള ഒരു ആഗ്രഹമായിരിക്കും, മക്കളുടെ കൂടെ യാത്ര ചെയ്യാൻ, മക്കൾ ഡ്രൈവ് ചെയ്തുകൊണ്ട് ഉണ്ടാവട്ടെ. എനിക്കൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ഏതായാലും ആ ആഗ്രഹം ഒന്ന് സാധിച്ച്. അപ്പൊ നമ്മള് കൂടുതലൊന്നും എടുക്കല്ലെങ്കിലും വെറുതെ ഒന്ന് കറങ്ങാനെങ്കിലും അല്ലേ, നമ്മളെ മോന്റെ കൂടെ ഫ്രണ്ടിൽ ഇരുന്നിട്ട് ഇങ്ങനെ യാത്ര ഒരു ഗമേനല്ലേ. അനക്ക് ഫ്രണ്ടിൽ ഇരിക്കണോ? പറഞ്ഞു കൊടുക്കണമെങ്കിൽ നിങ്ങൾ വേണം. എനിക്ക് അതിനെ പറ്റി വണ്ടിന്റെ നിയമങ്ങളൊന്നും അറിയാം. പഠിച്ച ഇതിൽ കുറെ പഠിപ്പിച്ചാ നോക്കിട്ട് പഠിച്ചിട്ടില്ല. അപ്പൊ മുത്തു പറയണതേ എന്താണ്, ഇന്റെ നല്ലൊരു സ്കൂൾ ബൈക്ക് ഉണ്ടായിരുന്നേ, അത് കൊടുത്ത് ഇമ്മാക്ക് പഠിച്ച. എന്റെ അടുത്ത് ഞാനൊരു കുറിയുടെ പൈസ ഉണ്ടായിരുന്നേ അല്ലേ, അത് കൊടുത്തുകാണ്ട് അത് ആ പൈസക്ക് ഞങ്ങള് സ്കൂട്ടി ആക്കി ഇമ്മാക്ക് പഠിച്ചാൽ അറിഞ്ഞാണ്ട് ഞാൻ എടുത്തു നോക്കിയിട്ടില്ല. അപ്പൊ ഇപ്പൊ മുത്തു പറഞ്ഞതാണ്, ആ ബൈക്ക് തന്നെ മതി, നിങ്ങളെ പണിയാണ്, ആ സ്കൂട്ടി വാങ്ങിച്ചാല്. അപ്പൊ ഏതായാലും അങ്ങനെയൊക്കെയാണ്. ഈ നാഷണൽ കഴിയുമ്പോ വന്നാലേ നമുക്ക് തിരിക്കാനൊന്നും പെട്ടെന്ന് നമുക്ക് ഒരിടത്ത് തിരിയണമെന്ന് വിചാരിച്ചാൽ തിരിയാൻ പറ്റൂലല്ലോ. അതെ, ഞങ്ങൾ അങ്ങനെ കുറെ പോയിട്ട് ഇപ്പൊ പെട്ടിട്ട് ഇങ്ങനെ തിരിച്ചു പോരുകയാണെങ്കിൽ തിരിച്ചാൻ വേണ്ടിട്ട്.
അപ്പൊ ഏകദേശം നമ്മള് സോതമാണ്ട ഭാഗത്തെത്തില്ലേ? മുത്ത് ഇങ്ങനെ ലോങ് ഓടിച്ചിട്ടാ ഇല്ലല്ലോ, ആദ്യമായിട്ടാണ്. അവിടെ കാണുന്നുണ്ടോന്നല്ല അങ്ങോട്ട് കയറും സ്റ്റോറി അങ്ങനത്തെ നമ്മളെ വണ്ടിയിലല്ലേ കൈ മാത്രം കാണും. ഇതായിട്ട് ആ ഞാൻ കണ്ട് അവിടെ ചെയ്തിൽ പിന്നെ ഒന്നല്ല മോനോ. നമുക്കവിടെ നിർത്തേണ്ടി ആ പാടങ്ങനെ കാണണം അവിടെ എത്തുമ്പോ കുറച്ചും കൂടി വലുത് പാടം കാണൂലേ? മാനു എന്താ കോളേജ് അവിടുന്ന് പോകുന്നതിന്റെ ഒക്കെ അഭിപ്രായം പറഞ്ഞെടുക്കടാ. നീ ചേർത്താളെ പറ്റിയിട്ട് പറഞ്ഞേ. ഇനി കുട്ടികൾക്ക് ചേർക്കണം എന്നുണ്ടെങ്കിൽ എന്താ പാട് എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. ഓരോരുത്തർ ചോദിച്ചീന്നേ എന്താണ് അവിടുത്തെ വിശേഷങ്ങൾ എന്നൊക്കെ. നല്ല വിശേഷമല്ല? ഭയങ്കര ചമ്മലാണോ പറഞ്ഞു. നമുക്കിടെ അവിടെ സംസാരിക്കവാ. ഇവിടെ നല്ല അടിപൊളി പാടാണ് ട്ടാ. അപ്പൊ ഞങ്ങള് വീണ്ടും ഈ സ്ഥലത്ത് തന്നെ എത്തിയിട്ടുണ്ട്. മമ്മാലിപ്പടി. എങ്ങനെയാണ് ഇവിടുന്ന് ഇങ്ങനെ കാണുമ്പോ മേഘൊക്കെ കാണാന് അടിപൊളിയാണോ? ഇഷ്ടപ്പെട്ടവർ കമന്റ് ചെയ്യുന്നുണ്ട് എന്തായാലും. അപ്പൊ മോനുവിനൊക്കെ കൂട്ടിയിട്ടുള്ള ഒരു വീഡിയോ വെറുതെ ജസ്റ്റ് ഒന്ന് പുറത്ത് കാണുമ്പോ ചെയ്താണ്. മോനോ, എന്റെ അഭിപ്രായം പറഞ്ഞ ആ കോളേജിലെ അനുഭവങ്ങൾ എന്താ? അത് ഞാൻ പറയില്ല. അടിപൊളിയല്ലേ? അടിപൊളിയാണ്. അപ്പൊ ഇപ്പോഴും അവിടെ 3-4 പേർക്ക് ഇനിയും ചാൻസ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. എന്താ വെച്ചാൽ 3-4 കട്ടില് കിടക്ക ഒക്കെ അവിടെ ബാക്കിയുണ്ട്. അപ്പൊ ചാൻസ് ഉള്ളവർ ബന്ധപ്പെട്ടാൽ കൊടിഞ്ഞിപ്പള്ളി ദർസിൽ ഇനിയും ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോ തീർച്ചയായിട്ടും നിങ്ങൾ ധൈര്യത്തിൽ കുട്ടികളെ ചേർത്തോളി. ഒന്നോണ്ട് നിങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. എല്ലാ കാര്യം കൊണ്ടും മക്കള് ഓക്കെ ആവും. അതുകൊണ്ട് ഇതാ മുത്തുവിടണ്ടേ. അതെ, അപ്പൊ ഇന്നെക്കാട്ടും വലുതായി പെട്ടാ ഇതണ്ടില്ലേ? ശരിയാണ്, ഞാൻ നേരത്തെ പറഞ്ഞു മുത്തുങ്ങളെക്കാട്ടും വലുതായിക്കണേ. അപ്പൊ എല്ലാം നമ്മളെ സബ്സ്ക്രൈബേഴ്സിനും വേണ്ടിട്ട് കാണിക്കാണ് നമ്മളെ മുത്തുദ. അൽഹംദുലില്ലാ റാഹത്താണ് എല്ലാം. പിന്നെ കേട്ടോ, അപ്പൊ ഞങ്ങൾ മരുവാൻ കൊടുത്ത് ഞങ്ങൾ പോണ കൊറേ ഷോർട്സ് ഒക്കെ എടുത്ത് മുത്തൂനായിട്ടല്ല മോനുനായിട്ടേ കൊറേ ഷോർട്സുകളൊക്കെ അന്ന് പോയെന്ന് കഴിഞ്ഞാലേ. അപ്പൊ ഇനിയിപ്പൊ കുറച്ച് ഷോർട്സ് ഒക്കെ എടുക്കാച്ചിട്ട് ഇപ്പൊ പെരീന്ന് തന്നെ ഇങ്ങനെ എടുക്കുമ്പോ എല്ലാവർക്കും കാണുമ്പോ നമ്മളെ പേരല്ലേ പുറത്ത് പോയി വീഡിയോ എടുക്കാച്ചിട്ട്. എനിക്കൊന്നും പറയാനല്ലോ. ഇന്നലെ കുട്ടിമോനെ കൊണ്ട് ആരോ പറയണ്ടേ എന്താ ഓ ഇങ്ങനെ മൂഡ് ഔട്ട് ആയിക്കാണ്ട് ഓനൊന്ന് കൗൺസിലിങ്ങിന് കൊണ്ടോണെന്ന്. പൊതുവെ അവനെ പറ്റിയത് പറഞ്ഞു കൊടുത്താൽ ഓ എങ്ങനെയെന്ന്. പിന്നെ ആളെന്ന് വെച്ചാൽ നല്ല എഡിറ്റർ ആട്ടോ. ഇത് നമ്മളെ ഏറ്റവും സൂപ്പർ എഡിറ്ററാണ്. ഇവനെ പോലെ എഡിറ്റ് ചെയ്യാൻ ഉണ്ടാവും, പക്ഷെ ഇവൻ ഞങ്ങൾക്ക് ഏറ്റവും നല്ല എഡിറ്ററാണ്. ഷോർട്സ് വണ്ടിന്റെ ഒക്കെ അടിപൊളിയായിട്ട്. പിന്നെ കുട്ടിമോൻ പൊതുവെ അങ്ങനെയാണ് അല്ലേ, വല്ലാതെ സംസാരിക്കൂല. പെരിയിലും അങ്ങനെ തന്നെയാണ്. ഞാൻ എന്നിട്ട് കുട്ടിമോൻ ഞങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കണ മുത്തുണ്ടെങ്കിൽ നല്ല ഒച്ചപ്പാടുണ്ടാവും. മുത്തു വന്നാ സംസാരം തുടങ്ങും. ജില്ലയെ ഞാൻ പറയും മുത്തുണ്ടെങ്കിൽ നല്ല സംസാരവും ഒച്ചപ്പാടും ഉണ്ടാവും. ഇപ്പൊ ഇവന് ഒരു മുണ്ടാട്ടില്ല. പെരിയിൽ എങ്ങനെ ആളുണ്ട് തന്നെ. അത് ഓനക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടല്ലട്ടാ. ഓരോരുത്തർ പറയുന്നുണ്ട് ഓന് എന്തോ മനസ്സിന്റെ ഉള്ളിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്, അതൊന്ന് കൗൺസിലിങ് ഓനൊരു കുഴപ്പമില്ല. അപ്പൊ അത്ര ഉള്ളു. അപ്പൊ ഞങ്ങള് പോവണേ. ഇല്ല മോനോ പോവാ. വീഡിയോ ഇഷ്ടപ്പെട്ടവരൊക്കെ വീഡിയോ വെറുതെ പുറത്തേക്ക് ഇറങ്ങിയതാണ്. മോനും മോൾട്ടിയൊക്കെ കുളിക്കാൻ പോയതാണ്, തോട്ടി ചാടാൻ പോയതാണ്. കുറെ ദിവസം വീഡിയോ ഇല്ലാത്തവരൊക്കെ നിങ്ങളൊന്ന് കാണിക്കാച്ചിട്ടാണ് വീഡിയോയിൽ വന്നത് കേട്ടോ. ഇവർ രണ്ടാളും വീഡിയോ ഇല്ലാത്ത രണ്ടാളും. അപ്പൊ അൽഹംദുലില്ലാ എല്ലാം കൊണ്ട് റാഹത്താണ്. ഇനി ഇവിടെ അൽഹംദുലില്ലാ. അപ്പൊ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങളൊക്കെ പ്രാർത്ഥിക്കോണ്ടി. അപ്പൊ നാളെ ഒരു പുതിയ വീഡിയോ അല്ലേ. എല്ലാവർക്കും ബൈ. ഒരു ബൈ പറടാ.